പ്രിയപ്പെട്ടവരെ, 3 വിഭാഗം ആളുകൾ, 3 ടീം ഹദീസിൽ കാണാം. ദുനിയാവിലും ആഖിറത്തിലും അവർ പരാജയപ്പെട്ടവരാണ്. അവർ ഒരിക്കലും വിജയിക്കില്ല. ലോക തോൽവി എന്ന് പറയാൻ പറ്റും. ഈ അടയാളങ്ങൾ നമ്മിലുണ്ടോ? പിന്നെ എന്തൊക്കെ കാണിച്ചിട്ടൊരു കാര്യമില്ല. തീർച്ചയായിട്ടും നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. ഈ 3 സ്വഭാവം ഉണ്ടെങ്കിൽ പിഴുത് വേരോടെ കളയണം. മുറിച്ച് കളഞ്ഞാൽ വീണ്ടും മുളയ്ക്കും. വേരോടെ എടുത്ത് കളയണം. ഏതാ 3 സ്വഭാവം? എവിടെയാണ് പ്രശ്നമുള്ളത്? എങ്ങനെ തിരുത്തേണ്ടത്? ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാഹ്. അല്ലാഹുവിൻ്റെ അപാരമായ നിഅമത്ത് കൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് അപ്ഡേറ്റഡായി ഒരുപാട് കാര്യങ്ങൾ ക്ലാസ്സിലൂടെ അറിയാനും പറയാനൊക്കെ പറ്റുന്നുണ്ട്. അള്ളാഹിൻ്റെ വലിയ നിഅമത്താണ്. നിങ്ങൾ പ്രത്യേകിച്ച് ദ്വാരക്കണം. കമൻറ്റിൽ സന്തോഷങ്ങൾ, അതിനിടയിൽ ദ്വാകൾ നിർബന്ധമായിട്ട് വേണം. കൽബ് നിറച്ച് ദ്വാ ചെയ്യണം. ആ ഒരു ദ്വായിൻ്റെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് റാഹത്തായിട്ട് മുടങ്ങാതെ പോകുന്നത്. ഓർക്കണം, എല്ലാവരെയും ഓർക്കുന്നുണ്ട്. അള്ളാഹു നമുക്ക് ഈ അൻവാർ ഹഫീസിൻ്റെ കുടുംബം പ്രത്യേകിച്ച് ഇതൊരു വിജ്ഞാനത്തിൻ്റെ കുടുംബമാണ്. വേറൊരു ലാഭമില്ലല്ലോ, വിജ്ഞാനത്തിൻ്റെ ലാഭമാണ്. ഈ കുടുംബത്തെ അള്ളാഹു സ്വർഗത്തിൻ്റെ കുടുംബമായി തിരഞ്ഞെടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് നമ്മുടെ മരിച്ചുപോയവർക്ക് അള്ളാഹു ജന്നത്ത് അവിടെ ഖബറിലേക്ക് തുറന്നു കൊടുക്കട്ടെ. നമ്മുടെ എല്ലാ രോഗവും പ്രയാസം അള്ളാഹു മാറ്റിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരിക്കലും രക്ഷപ്പെടില്ലാത്ത 3 വിഭാഗം ആളുകളെക്കുറിച്ച് ഹദീസിൽ കാണാം. നമ്മൾ പറയില്ല ഒരുപാടത്ത് ഗുണം പിടിക്കില്ല എന്ന് പറഞ്ഞ പോലെ ഒരു കാലത്തും ദുനിയാവിലും ആഖിറത്തിലും അവർ രക്ഷപ്പെടില്ല. രക്ഷപ്പെടാൻ എന്തെങ്കിലും പഴുതുണ്ടെങ്കിൽ രക്ഷ കിട്ടേണ്ടത് എവിടെയാണ്? അള്ളാഹുവിൻ്റെ ദർബാറിൽ, അള്ളാഹിൻ്റെ മുന്നിൽ വരുമ്പോഴാണ്. ഇത്രയേറെ റഹ്മാനായ റഹീമായ കാരുണ്യവാനായ അള്ളാഹു കരുണ കാണിക്കുന്ന രംഗമുണ്ടല്ലോ, ആ ഒരു രംഗമാണ് ഏറ്റവും വലിയ ഒരു വിശ്വാസിയുടെ ലാഭത്തിൻ്റെ രംഗം. ആ രംഗത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു നിലക്കും ഒരു വിജയവും കൊടുക്കാത്ത ആളുകളാണ് 3 ഭാഗം. അതായത് ജീവിതത്തിൽ അവർ പരാജയപ്പെട്ടു. 3 റൗണ്ടിലും പൊട്ടി. 3ാമത്തെ റൗണ്ടിൽ ജയിക്കാൻ പറ്റൂല. 3 റൗണ്ടിലും പൊട്ടിപ്പോയ ആളുകൾ ആരാന്ന് ചോദിച്ചാൽ ഈ 3 സ്വഭാവമുള്ളവരാണ്. അവരെക്കുറിച്ച് ഹദീസിൽ പറയുന്നത്, ഈ ഹദീസ് സുനനു അബീ ദാവൂദിൽ ഈ ഹദീസ് കാണാം. അബൂ ദാവൂദ് തൻ്റെ സുനനിൽ ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്. വേറെയും കിതാബിലൊക്കെ കാണാം. ഈ ഹദീസിൽ മഹാനായ അബൂ ദർറുൽ ഗഫാരി റളിയല്ലാഹു തആല, അബൂ ദർ റളിയല്ലാഹു തആല അൻഹുവാണ് ഈ ഹദീസ് പ്രസന്റ് ചെയ്ത് ഉദ്ധരിക്കുന്നത്. എന്താ പറയുന്നത്? സലാസത്തുൻ ലാ യുകല്ലിമുഹുല്ലാഹു വലാ യൻദുറു ഇലൈഹിം യൗമൽ ഖിയാമത്തി വലാ യുസക്കീഹിം വലഹും അദാബുൻ അലീം. വേദന തോന്നുന്ന ഹദീസാ. എന്താ? സലാസത്തുൻ, 3 ടീമുകൾ, 3 വിഭാഗം ആളുകൾ. ലാ യുകല്ലിമുഹുമുല്ലാഹ്, അള്ളാഹു ആ ടീമിനോട് സംസാരിക്കില്ല. അള്ളാഹു മിണ്ടൂല എന്ന് പറയുമ്പോൾ അള്ളാഹ്ക്ക് അത്രയും ഇഷ്ടക്കേടാണ് അവരോട്. വെറുപ്പാണ്, പിണക്കമാണ്. അള്ളാഹു ഡിസ്കണക്ട് ചെയ്യുക, ബന്ധം മുറിക്കുക എന്ന് പറഞ്ഞാൽ എത്ര മോശമാണ്. അത് 3 വിഭാഗം ആളുകളാണ്. വലാ യൻദുറു ഇലൈഹിം, ചുമ്മാ അള്ളാഹു നോക്കോ, ജസ്റ്റ് അള്ളാഹിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം കിട്ടിയാൽ മതി, പാസ് മാർക്ക്, ജയിച്ചു അവൻ. പിന്നെ അവന് അദാബുണ്ടാവില്ല. ആ നോട്ടം അവന് കിട്ടൂല. ഖിയാമത്ത് നാൾ സംഭവം പറയുന്നത് അതേപോലെയാണ്. വലാ യുസക്കീഹിം, തെറ്റുകൾ ഇനി കുറച്ചു നേരം അവിടെ അങ്ങനെ ഖിയാമത്ത് നാളിൽ നിന്നാൽ തെറ്റൊക്കെ പുറത്തിട്ട് കയറാൻ പറ്റുമോ? അള്ളാഹു അവിടെ സ്ഫുടം ചെയ്യില്ല, തെറ്റുകൾ പൊറുക്കൂല. അങ്ങനെ 3 വിഭാഗങ്ങൾ മാത്രമല്ല, ഒന്നും കിട്ടൂല എന്ന് മാത്രമല്ല, കിട്ടുന്ന മുഴുവൻ അദാബാണ്. വലഹും അദാബുൻ അലീം, വേദനിപ്പിക്കപ്പെടുന്ന മൂലിമുൻ, വേദനിപ്പിക്കപ്പെടുന്ന ശിക്ഷ അവർക്കുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നബി തങ്ങൾ റിപ്പീറ്റഡ് ആവർത്തി പറഞ്ഞു എന്നാണ്. 3 വട്ടം ആവർത്തിച്ചു ഇങ്ങനെ തന്നെ. ലാ യുകല്ലിമുഹുല്ലാഹു വലാ യൻദുറു ഇലൈഹിം യൗമൽ ഖിയാമത്തി വലാ യുസക്കീഹിം വലഹും അദാബുൻ അലീം. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തു. അവിടെ കാര്യം കട്ടപ്പുകയാണ്. അവർ തീർന്നു, പരാജയപ്പെട്ടു, സകല പിടുത്തവും വിട്ടു, ഒരു ലോക തോൽവിയായി പോയി എന്ന് പറയുന്ന വിഭാഗമാണ്. ഖുൽതു, അബൂ ദർ റളിയല്ലാഹു തആല പറയാണ്, ഖുൽതു, അബൂ ദർ റളിയല്ലാഹു തആല പറയാണ്, ഞാൻ ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത്ര പരാജയപ്പെട്ട് ഇത്ര തോൽവി സംഭവിച്ച് ലോക തോൽവിയായ ആളുകളോ? അള്ളാഹുവേ, അള്ളാഹിൻ്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആരാണവർ? ഞങ്ങളറിയാതെ പെട്ടുപോയിട്ടുണ്ടോ? പെട്ടുപോകുമോ? അറിയണമല്ലോ. അവിടെ നിന്ന് ചോദിച്ചു, ആരാണ് ഈ വിഭാഗം പരാജയപ്പെട്ട ആളുകൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബൂ ദർ റളിയല്ലാഹു തആല ചോദിക്കുമ്പോൾ അവിടെ നിന്ന് പറയുന്നത് എന്താണെന്നറിയോ? എന്താ പറയുന്നത്? ഖാബൂ വഖസിറൂ. അബൂ ദർ തങ്ങൾ പറയാ, അവർക്ക് വല്ലാത്ത പരാജയമായിപ്പോയി, അവരൊരുപാട് ലോക തോൽവികളായി പോയല്ലോ നബി, ആരാണവർ? അപ്പോൾ ഒന്നാമത് അവിടെ നിന്ന് പറയുന്നത് അൽ മുസ്ബിലൂന. അൽ മുസ്ബിലു, വസ്ത്രം ധരിക്കുമ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം, സഹോദരന്മാരെ സംബന്ധിച്ച് പാൻ്റ് ഇട്ടാലും തുണി എടുത്താലും അത് ഞെരിയാണിയുടെ മുകളിൽ ആ ഒരു പരിധിയിൽ വന്ന് നിൽക്കണം.
അതാണ് ഇസ്ലാമിക വേഷവിധാനം. അത് ഒരു കാരണവശാലും താഴ്ഭാഗത്തേക്ക് വരാൻ പാടില്ല. നമ്മൾ അറിയാതെ മുണ്ടൊന്ന് ലൂസായപ്പോൾ, അറിയാതെ പാൻസ് ഒന്ന് ഇറങ്ങിപ്പോയപ്പോൾ ഞെരിയാണ്ട് താഴേക്ക് വന്നു. നമ്മളങ്ങനെ പ്രത്യേകിച്ച് ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കില്ല. അങ്ങനെ അതൊരു ഗമയായിട്ട് ഉടുക്കുന്നവരല്ല. അങ്ങനെ മുണ്ടുടുക്കുക എന്ന് പറഞ്ഞൊരു ഗമയാണ്. തീർച്ചയായും അപകടകരം. അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത, റസൂലിന് ഇഷ്ടമല്ലാത്ത, സ്വർഗാവകാശികളുടെ അടയാളമല്ലാത്ത രീതിയാണ്. ഇതൊക്കെ നരകത്തിലേക്ക് ചേർക്കപ്പെടുന്ന, അള്ളാഹുവിൻ്റെ അദാബ് കിട്ടുന്ന രീതിയാണ്. ആ രീതിയിലേക്കൊന്നും പ്രിയപ്പെട്ടവരെ പോകാൻ പാടില്ല. അപ്പോൾ നിർബന്ധമായിട്ടും നമ്മുടെ ഉടുമുണ്ട് സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം പരമാവധി ഇറക്കണം. ഇന്ന് നേരെ തിരിച്ചാണ്. ആണുങ്ങൾ പാൻസ് ധരിക്കുമ്പോൾ, മുണ്ടെടുക്കുമ്പോൾ പരമാവധി ഇറക്കിയിട്ടിട്ട് ചിലപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അങ്ങനെ ജോലി കിട്ടിയിട്ടുണ്ടോ ഈ അടിച്ചു വാരാനുള്ള പണി എന്ന് കാക്കാനെ കണ്ടാൽ തോന്നും. വലിയ പള്ളിയുടെ മെയിൻ ആളൊക്കെയാണ്. പക്ഷേ എന്താ പറഞ്ഞിട്ട് കാര്യം? പോക്കാണ്. ആ വകുപ്പിൽ അള്ളാഹ്ക്ക് കാണണ്ട, അള്ളാഹ് മിണ്ടൂല്ല, അള്ളാഹു പാപം പൊറുക്കില്ല. അവർക്ക് നല്ല അടി അങ്ങോട്ട് കൊടുക്കും. നാളെ ഖിയാമത്തെ നാളിൽ തോറ്റുപോകും. പ്രിയപ്പെട്ടവരെ, ആ ശൈലി വേണ്ട. വസ്ത്രം ധരിച്ചത് കാണുമ്പോൾ മനസ്സിലാകണം ഓൻ മുഅ്മിനാണ്, ഈമാനാണ് എന്ന് കരുതിയിട്ട് ഒരുപാട് കയറ്റി കൊണ്ടുപോയി ബെറുമൂടെ ഇട്ടേക്കും പോലെ ഉടുക്കൽ നിർബന്ധം അങ്ങനെ വേണമെന്നല്ല ഈ പറയുന്നത്. പിന്നെയോ ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കുക. ഞെരിയാണിയുടെ താഴ്ഭാഗത്തേക്ക് പോകുന്ന അവസ്ഥയിൽ നിന്ന് സൂക്ഷിക്കുക. ആ ഒരു ശൈലി അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഒന്നാമത്തെ വിഭാഗം പരാജയപ്പെട്ടവരുടെ അടയാളമാണ്, ഉണ്ടാകാനേ പാടില്ല. രണ്ടാമത്തെ വിഭാഗം ആരാണ്? അൽ മന്നാനും. ചെയ്യുന്ന നന്മകളൊക്കെ അമൽ ചെയ്താലും, ഒരാളെ സഹായിച്ചാലും, 10 രൂപ കൊടുത്താലും ഒരു 4 ആളോട് പറഞ്ഞില്ലെങ്കിൽ ഒരു റാഹത്തില്ല. ഇപ്പം തന്നെ ഈ ഹജ്ജിൻ്റെ സീസൺ എത്ര ആളുകൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ ഞങ്ങൾ 1978 ഞങ്ങൾ ഹജ്ജിന് പോയപ്പോൾ അന്നത്തെ അനുഭവം എന്നൊക്കെ പറഞ്ഞിട്ട് ഏത് കാര്യം ചേർക്കുമ്പോഴും ഈ ഹജ്ജുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കണക്ഷൻ കൊടുത്തിട്ടേ പറയുള്ളൂ. എൻ്റെ കുട്ടിക്ക് 3 വയസ്സ്, ഞാൻ അന്ന് ഹജ്ജിന് പോയ വർഷമായിരുന്നു, ആ കുട്ടിക്ക് 3 വയസ്സായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അമൽ മറ്റുള്ളവരെ പറഞ്ഞിരിക്കുക. അങ്ങനെ സാന്ദർഭികമായി യോജിച്ച് പറഞ്ഞു പോകുന്നല്ല. ഇതങ്ങോട്ട് പറയാം, 1000 സ്വലാത്ത് ചൊല്ലാത്തൊരു ദിവസം ഞാൻ കഴിച്ചു കൂട്ടൂല. എന്ത് വർത്താനേ പറയുന്നു. എനിക്ക് ഖുർആൻ ഓതിയില്ലെങ്കിൽ വയ്യ ഉസ്താദേ, ഞാൻ തകർന്നു പോകുന്നൊക്കെ പറഞ്ഞിട്ട് മറ്റൊരാളെ അറിയിക്കുക. ഒരു 10 രൂപ ഒരാൾക്ക് കൊടുത്താൽ 4 ആൾ അറിയണം, അല്ലെങ്കിൽ മനസ്സിനൊരു റാഹത്തില്ല. ഉണ്ടാ ഇപ്പോൾ പലപ്പോഴും ചില സംഭാവനകൾ പോലും അങ്ങനെ ആയി തുടങ്ങി. ലിസ്റ്റ് ഉസ്താദ് വായിക്കുമ്പോൾ പേര് പറയാൻ ആഗ്രഹിക്കാത്ത സഹോദരൻ 1000 രൂപ പള്ളിക്ക്, എന്നിട്ടോ ഇതൊരു 2000 ആളോട് ആൾ പുറത്തെടുന്ന് പറഞ്ഞിട്ടുണ്ടാവും, ഇന്ന് ഞാൻ 1000 കൊടുത്തിട്ടാ. ഇതൊക്കെയാണ് അവ കലാപരിപാടി. അത്തരം അവസ്ഥകൾ മന്നാൻ എടുത്തു പറയാം. ഒരു നന്മ ചെയ്താൽ ഒരാളെ സഹായിച്ചു, അതൊക്കെ എടുത്ത് ഞാൻ അന്ന് അത് ചെയ്തില്ലടാ, അന്ന് അവൻ എന്തൊക്കെ ഞാൻ ചെയ്തു കൊടുത്തു, മറ്റേ ചെയ്തു മറിച്ച് ചെയ്തു, ഇവരൊക്കെ ഇങ്ങനെ പറയാൻ. ലാ തുബ്തിലു സ്വദഖാതികും ബിൽ മന്നി വൽ അദാ. കുഴപ്പമുണ്ടാക്കിയിട്ട് മറ്റുള്ള ആളോട് എടുത്ത് ഒന്നുകൂടെ ഹിക്കായത്ത് ചെയ്ത് എടുത്തു പറഞ്ഞിട്ട് നിങ്ങളുടെ സ്വതക്കയെ, ദാനധർമ്മത്തെ മുറിച്ച് കളയരുത്, ബാത്തിലാക്കരുതെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും പറ്റൂല. അത് നിർബന്ധ സാഹചര്യം ആരാണ് കൊടുത്തത്, അത് പേരെഴുതണമെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നിർബന്ധ സാഹചര്യം വരുമ്പോൾ പേര് പറയണ്ടെന്നല്ല ഈ പറയുന്നത്. അത് മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ അതുകൊണ്ടൊരു സുഖം നേടുക, ഒരു മനസ്സിലെ സുഖം ഞാനാണ് കൊടുത്തത്, പറ്റൂല. അത് അപകടകരമാണ്. അതുകൊണ്ടാണ് മന്നാനത്തിനെ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. 6 സ്ത്രീകളെ കെട്ടാൻ കൊള്ളില്ല എന്ന് പറഞ്ഞത്. ഒന്ന് മന്നാനത്താണ്. ഇതാ മന്നാനത്ത്. ഒരു നന്മ ചെയ്താൽ എടുത്തു പറയാം, ഞാൻ അന്നത് ചെയ്തില്ലേ, ഞാൻ ഇത്ര തുണി അലക്കിയില്ലേ, ഞാൻ എത്ര ദിവസമായി ഇവിടെ കഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില പെണ്ണുങ്ങളുണ്ട്. അവരെ കെട്ടാൻ കൊള്ളില്ല. പടച്ചോനെ കൊണ്ടുവന്നത് ആ ജാതിയാണല്ലോ അല്ലാ എന്ന് കരുതി ഒരാളും ബേജാറാകണ്ട. ആ സഹോദരിമാരങ്ങളുടെ സ്വഭാവം നന്നാക്കിയാൽ മതി. ഇത് തന്നെ കാക്കാക്കുണ്ടാകാൻ പാടില്ല. ഞാൻ എത്ര വാങ്ങി തന്നൂടി എന്നും പറഞ്ഞ് പുറകടന്ന് ആ സാധുവിനെ ഇടങ്ങാറാക്കാൻ പാടില്ല. നമ്മൾ മന്നാനും ആകാൻ പാടില്ല, മറ്റേ അവളെ മന്നാനത്തും ആക്കാൻ പാടില്ല. അപ്പോൾ അത് അല്ലാഹ്ക്ക് ഇഷ്ടമല്ല. ആഖിറത്തിൽ അവരുടെ കാര്യം പോക്കാം. പിന്നെ പറയുന്നത്, ഹദീസിൽ പറയുന്ന പ്രിയപ്പെട്ടവർ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. എന്താ ഹദീസിൽ പറയുന്നത്? വൽ മുൻഫിഖു സിൽഅതഹു ബിൽ ഹലിഫിൽ കാസിബി. കള്ളസത്യം, നുണ പറഞ്ഞിട്ട് കച്ചവട ചരക്കാണ് വിൽക്കുക. ഇല്ലാത്ത ഗുണമഹിമകൾ പറയുക, ഇല്ലാത്ത വർണ്ണനകൾ, പരസ്യങ്ങൾ കൊടുക്കുക. അങ്ങനെ സംഭവമില്ല. ഒരു വാഹനം, വണ്ടിയുടെ കച്ചവടമാണ്. ഈ കാണുന്ന കണ്ടീഷനുണ്ട്, ഇത് കൊള്ളുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, ഇതിന് ഉള്ള കുറവുണ്ട്, നല്ല ഗുണങ്ങൾ നല്ലതുണ്ട്, ഓരോന്നും വിശദീകരിച്ച് പറഞ്ഞിട്ട് എനിക്കതിന് പറ്റില്ല, എനിക്കത് അറിഞ്ഞുകൂടാ, ഇതിന് ഈ കണ്ടീഷനാണുള്ളത് എന്നൊക്കെ പറയാം. അല്ലാതെ മീറ്റർ റിവേഴ്സ് കറക്കിയിട്ട്
കഴിഞ്ഞ ദിവസം ടൈമിംഗ് ബെൽറ്റ് മാറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇതെൻ്റെ പെങ്ങൾ ഓടിച്ചുകൊണ്ട് നടന്ന വണ്ടിയാണ്, ഒരു കുഴപ്പമില്ല, പൊന്നുപോലെ നോക്കിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇല്ലാത്ത ഗുണം പറഞ്ഞിട്ട് സാധനം, ഇത് ഏത് സാധനമാണെങ്കിലും ഞാൻ 500-ന് വാങ്ങിയാൽ നീ ആയതുകൊണ്ട് 400 മതി, എവിടെ 300-ന് വാങ്ങിയ സാധന, നുണ ഇടയിൽ കയറ്റി കച്ചവടം ബാത്തിലാണ്. അതുകൊണ്ടുള്ള വരുമാനം, ഭക്ഷണം കഴിക്കുക, അതൊക്കെ അപകടകരമാണ്, വിജയിക്കില്ല പ്രിയപ്പെട്ടവരെ, അള്ള പരാജയപ്പെടുത്തി കളയും. അതുകൊണ്ട് ബഡായും നുണയും ഒപ്പും പറഞ്ഞിട്ടുള്ള ഇടപാട് പറ്റില്ല. അങ്ങനെ സാധനം വിറ്റഴിക്കുന്ന ആൾ എത്ര വലിയ കേവനാണെങ്കിലും അവൻ തോറ്റു, അവൻ അള്ളാഹുവിന് നാൾ ആഖിറത്തിൽ വേണ്ട, അവന് അദാബുൻ അലീമുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ വിടൂല്ല. അപ്പോൾ ഈ 3 സ്വഭാവം ഈ ദുനിയാവിലും ആഖിറത്തിലും പരാജയപ്പെടുന്നവർ, പരാജയം എന്ന് പറഞ്ഞാൽ ലോക തോൽവിയുടെ ആളുകളാണ്, പെടാൻ പാടില്ല. പെട്ടുപോയാൽ നമ്മൾ റിവേഴ്സ് വരണം. അള്ളാഹു സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വാഖിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ശാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാ ശാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാ ശാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله لا يا داخل الجنة تبشرنا